നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായ അപകടത്തിൽ കണ്ണനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായത്. 30ഓളം പേരുണ്ടായിരുന്നു വള്ളത്തിൽ. പാണാവള്ളിയിൽ നിന്നും കാട്ടിക്കുന്ന് ഭാഗത്തേക്ക് പോയ വള്ളമാണ് തീരത്തിനടുത്തെത്താറായപ്പോൾ മറിഞ്ഞത്. മരണവീട്ടിൽ പോയി തിരികെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. മോതടിച്ചങ്ങ് കയറി വള്ളത്തേലോട്ട്. അപ്പോൾ വെള്ളം താഴ്ന്നു പോയി താഴെയിട്ട്. അപ്പോൾ എല്ലാവരും മുങ്ങി. ഞാൻ 3 പ്രാവശ്യം പൊങ്ങി കഴിഞ്ഞ് വള്ളത്തിന്റെ വലിയ പിടുത്തം കിട്ടി. പിടിച്ചിട്ട് നിന്നില്ല, വള്ളം ഒഴുകി അങ്ങ് പോയപ്പോഴത്തേന് അടുത്ത ഒരു വള്ളം വന്ന് അതിന്റെ വലിയ കയറി പിടിച്ച്. അങ്ങനെ അവർ രണ്ടുപേരും പിടിച്ച് എന്നെ വള്ളത്തിലോട്ട് ഇട്ടത്. പിടിച്ച് ഒരുപാട് നേരം പിടിക്കേണ്ടി വന്നു. അക്കരെ നിൽക്കണമെന്ന് അയ്യോ കൂട്ടിയിട്ടൊന്നും ആരും കേൾക്കണില്ല. ആൾക്കാർ വള്ളമായിട്ട് വന്നാണ് ഞങ്ങളെ ഒത്തിരി സമയം വെള്ളത്തിൽ കിടന്ന് പതച്ച്. മോതടിച്ച് 3 പ്രാവശ്യം മോതടിച്ച് കയറി വള്ളം മുങ്ങിപ്പോയി. പിന്നെ അങ്ങോട്ട് ഭാഗം മോതയുടെ അനുസരിച്ച് അടിച്ചടിച്ച് പോവുകയാണ്. അയ്യോ കൊട്ടിട്ടൊന്നും ആരും കേൾക്കും. പൊങ്ങി വന്നിട്ട് വേണ്ടായിരുന്നു അയ്യോ കൊട്ടാനായിട്ട്. വള്ളം കൊണ്ടുവന്നു ഒക്കെ ഓരോ നേരത്തിനൊക്കെ വലിച്ച് ഈ ഡ്രസ്സൊക്കെ നനഞ്ഞു കിടക്കണോണ്ട് വലിച്ചിട്ട് പൊങ്ങുക വള്ളത്തിൽ നിന്നുണ്ട്. പിന്നെ ഒരു കണക്കിനൊക്കെ വലിച്ച് കയറ്റി സാറേ. ഒരാളാണ് ഇപ്പൊ കാണാത്തത്, കണ്ണനെന്ന് പറഞ്ഞ. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വള്ളം വിട്ട് ഒരു 2 വള്ളപ്പാട് മാറിക്കഴിഞ്ഞപ്പോൾ കാറ്റ് ശരിക്ക് മുറുകി. അപ്പോൾ വള്ളം ഞാൻ തിരിച്ചടിപ്പിക്കാൻ നോക്കിയതാണ്. തിരിച്ച് അടുപ്പിക്കാൻ പറ്റിയില്ലായിരുന്നു. നേരെ വട്ടം വയ്ക്കുകയാണെങ്കിൽ വള്ളം നേരെ കമത്തിക്കളയും. അപ്പോൾ സ്ലോ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ വള്ളത്തിൽ വെള്ളം കയറി വള്ളം നേരെ താഴത്തേക്ക് ഇരുന്നു. പിന്നെ പെരുമ്പളത്തു നിന്ന് ഒരു കക്കാർച്ചിക്കാരൻ ചേട്ടനുണ്ടായിരുന്നു. പുള്ളി വന്നതാണ്. പിന്നെ ഞങ്ങൾ ഈ പെണ്ണുങ്ങളൊക്കെ ആ വള്ളത്തിൻ്റെ വില്ലിയിൽ പിടിപ്പിച്ച് നിർത്തി. ആ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഇവരെ ഓരോരുത്തരവരെ വള്ളത്തിലേക്ക് കയറ്റി. അതിൽ 2 പേര് മുങ്ങിയപ്പോൾ തന്നെ അവർ നീന്തി. ആ നീന്തിയിൽ ഒരാളിപ്പോൾ ഓൺ ദ സ്പോട്ടിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ 2 പേര് നീന്തിയിൽ ഒരാൾ കാണാനുണ്ടെന്നാണ് പറയുന്നത്. കാണാതായ കണ്ണന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി അഖിൽ കെയും അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പം ചേരുന്നു. അഖിൽ കെ, കണ്ണനെ നീന്തൽ അറിയുന്ന ആളാണോ? ഈ അപകടത്തിൽപ്പെട്ട വേളയിൽ വെള്ളത്തിലേക്ക് വീണുപോയ കണ്ണൻ ഏതെങ്കിലും ഭാഗത്ത് കരയിലേക്ക് നീന്തി പറ്റിയിട്ടുണ്ടാകുമോ? സുജിയ, അത്തരത്തിലൊരു പരിശോധന കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അതായത് കണ്ണനെ നീന്താൻ അറിയാവുന്ന ആൾ തന്നെയാണ്. അത് കണ്ണനും കണ്ണൻ്റെ ഒരു സുഹൃത്തുമാണ് ഇത്തരത്തിൽ ഈ ബോട്ട് അപകടം, അതായത് ഈ വെള്ളം മറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ കരയിലേക്ക് നീന്താൻ ശ്രമിച്ചത്. ആ സുഹൃത്ത് കരയിലേക്ക് എത്തിയ ശേഷം ഇവിടെയുള്ള ആളുകളോട് പറഞ്ഞു, അതായത് തൻ്റെ കൂടെ വന്നിരുന്ന ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് മറുകരയിലേക്ക് രക്ഷപ്പെടുത്തി കയറ്റിയ ആളുകളെയൊക്കെ തന്നെ ആ സമയത്ത് വിളിച്ച് പരിശോധിച്ചു. പക്ഷേ അവിടെയും കണ്ണൻ എന്ന് പറയുന്ന ആൾ എത്തിയിട്ടില്ല. അങ്ങനെയാണ് കണ്ണനെ മിസ്സായി അല്ലെങ്കിൽ കണ്ണനെ കാണാതായി എന്നൊരു നിഗമനത്തിലേക്ക് വന്നത്. അതിനുശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചത്. ഈ കണ്ണൻ, അതായത് ഈ നീന്തി കയറി വന്ന വ്യക്തി ഇവിടെയുള്ള ആളുകളോട് പറഞ്ഞിരിക്കുന്നത് താൻ ആദ്യഘട്ടത്തിൽ നീന്തി മുൻപോട്ട് വരുമ്പോൾ തൻ്റെ ഒപ്പം ആദ്യം പുറകിലേക്ക് നോക്കുമ്പോൾ കണ്ണനുണ്ടായിരുന്നു. പിന്നെ 2ാം തവണ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണനെ കണ്ടിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിൽ നല്ല നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, നല്ല രീതിയിൽ ഓളമുണ്ട് എന്നുള്ളത്. ഇത് മൂവാറ്റുപുഴ ആറാണ്. ഈ മൂവാറ്റുപുഴ ആറ് നേരെ പോയി വേമ്പനാട്ട് കായലിലേക്ക് കയറുന്ന രണ്ടും, അതായത് കായലും ഈ ആറും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു പ്രദേശമാണിത്. അവിടെയാണ് ഈ അപകടം നടന്നപ്പോൾ ഈ കാണുന്നതായിരുന്നില്ല തിര അല്ലെങ്കിൽ ഓളം എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ രീതിയിൽ ഓളവും കാറ്റും ഉണ്ടായിരുന്നു. ഏകദേശം അത് നമുക്ക് അന്വേഷിക്കാം. ഇത് നമുക്ക് ഒരാളെ കാണാതെ നിൽക്കുമ്പോൾ നമുക്ക് അത് കിട്ടട്ടെ. അപ്പോൾ അതാണിപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. റെസ്ക്യൂ ബോട്ടിൽ ഇപ്പോൾ അവരെ അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ തഹസിൽദാരുമായിട്ട് വൈക്കം തഹസിൽദാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം തന്നെ അവർക്ക് അവരുടെ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ അവരെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. സ്കൂബ ടീം ഇപ്പോൾ അടുത്തൊരു ടീം കൂടി എത്തുന്നുണ്ട്. പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ റെസ്ക്യൂ ബോട്ടുണ്ട്. പോലീസും മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. റവന്യൂ വകുപ്പ് അത് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ട്. ഞങ്ങൾ ഇല്ലല്ലോ, നിലവിൽ ആരും തന്നെ ഹോസ്പിറ്റലൈസ്ഡ് അല്ല. ഇവിടെ 22ഓളം പേര് നമുക്കിപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ ഉണ്ട്. 22 പേരുണ്ട്. ആർക്കും തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാണ് ഇവർ ഇപ്പം ഇദ്ദേഹം ആ വള്ളത്തിലുണ്ടായിരുന്നോ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് 23 പേര് തന്നെയാണ്. 22 പേരും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാളെയാണ് മിസ്സിംഗ് എന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. സുജയ, അത്തരത്തിലാണ് പറയുന്നത്. ആകെ 23 പേരാണ് ഈ വള്ളത്തിലുണ്ടായിരുന്നത്. ഇതിൽ സുമേഷ് എന്ന കണ്ണനെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. പാണാവള്ളി സ്വദേശിയാണ് കണ്ണൻ. അത്തരത്തിൽ നീന്തി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഒപ്പമുണ്ടായിരുന്നവരൊക്കെ തന്നെ പറയുന്നത്. മറ്റുള്ളവരൊക്കെ തന്നെ മറ്റു വള്ളങ്ങളിലും മറ്റും എത്തിയവരാണ് രക്ഷപ്പെടുത്തിയത്. ചേച്ചി, ആ വള്ളത്തിലുണ്ടായിരുന്നവരല്ലേ, എങ്ങനെയാ, എന്താ സംഭവിച്ചത്? വള്ളത്തിൽ ഇങ്ങനെ തിര വന്ന് വള്ളം പെട്ടെന്ന് അങ്ങ് മുങ്ങിപ്പോയത്.
മുങ്ങിപ്പോയി. ഞങ്ങളതിൽ നിന്ന് കൈയൊക്കെ വിട്ട് ഞാനങ്ങ് മുങ്ങിപ്പോയതാണ്. അപ്പൊ ഞാൻ പിന്നെ അനിയമെന്ന് പറഞ്ഞ് വഞ്ചിയിൽ അതിൽ കൈവിടരുതും പിടിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കൈവേദന എടുത്തിട്ട് ഞങ്ങൾ അത് കൈ വിടാൻ പറ്റാത്ത രീതിയിൽ അതിൽ തന്നെ പിടിച്ചിട്ടിരുന്നു. കൈവേദനയുണ്ട്, വിട്ട താഴത്താണ്, എന്നാലും പിടിച്ചിങ്ങനെ കിടന്നു. പിന്നെ ഞങ്ങളവിടെ കിടന്നിട്ട് രക്ഷപ്പെടുത്താനായിട്ട് ഒരു അരമണിക്കൂറിൽ മേല് കഴിഞ്ഞല്ലേ വെള്ളം വന്നിട്ട്, അരമണിക്കൂറിൽ മേല് കഴിഞ്ഞ് വെള്ളം വന്നപ്പോൾ ഞങ്ങൾ അയ്യോ കൂട്ടിക്കൊണ്ടിരിക്കുക എല്ലാവരും കൂടി. നടുക്ക് തന്നെയായിരുന്നു. സൈഡിലേക്ക് നോക്കിയിട്ട് ആരും കാണാനില്ല. ഞങ്ങള് മരിച്ചെന്നാണ് ഞങ്ങൾ ഓർത്തത്. പിന്നെ അടുത്ത വെള്ളം ഞങ്ങൾ വന്ന് രക്ഷപ്പെടുത്താനായിട്ട് ആ വെള്ളവും മറിഞ്ഞു പോകുന്നുള്ള പേടിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. രക്ഷപ്പെടുത്തിയ വെള്ളവും പെട്ടെന്ന് വെള്ളം ഒഴുകി നല്ല ഒഴുക്കുണ്ട്. താഴേക്ക് പോയി. അർജുൻമട്ടന്നൂർ നല്ല ഒഴുക്ക് കാണുന്നുണ്ട്. വെള്ളം പുഴയിൽ കൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നല്ലോ. അഖിൽ കെയും അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ കെ, മുറിഞ്ഞപുഴയിൽ ഈ അപകടത്തിൽപ്പെട്ട കണ്ണൻ നീന്തി കരയിലേക്ക് കയറാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് നീന്തൽ അറിയാമെന്നതൊരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. പക്ഷേ അപ്പോഴും ഇത്രയും സമയമായിരിക്കുന്നു. ഈ അപകടം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ കരയിലൊക്കെ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ വള്ളങ്ങളിൽ ഇറങ്ങിയ ആളുകൾ ഈ ഒഴുക്ക് കൂടുതലുള്ള ഭാഗത്താണോ ഇപ്പോൾ തിരയുന്നത്? സുജയ, അതായത് ഈ ഒരു ഇത്തരത്തിൽ ആളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കണ്ണ് നീന്താൻ അറിയുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യം പരിശോധന നടത്തിയത് ഈ അതായത് ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലേക്ക് നീന്തി കയറിയിട്ടുണ്ടെന്നാണ് ഈ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയത്. ഇപ്പോൾ ഇതിന്റെ മറ്റൊരു സൈഡിലേക്ക് പോയി അവിടെ ഏതെങ്കിലും ഭാഗത്തേക്ക് നീന്തി കയറിയിട്ടുണ്ടെന്ന പരിശോധന കൂടി നടത്തുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ നടത്തിയ ഭാഗങ്ങളൊന്നും കണ്ണൻ കരയ്ക്ക് കയറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ആ ഒരു തോണി നിൽക്കുന്ന ഏകദേശം ആ ഒരു ഭാഗത്ത് വെച്ചാണ് ഈ വള്ളം മറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ, മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആളുകളുടെ ഒരു തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ ഓളം, അതായത് വലിയ രീതിയിലുള്ള തിര ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചത്. അതായത് ഇത് കണ്ടു നിന്ന ദൃക്സാക്ഷികൾ, അതായത് ഈ കരയിൽ നിന്നും ഈ ഭൂമ്പോൾ കണ്ടുന്ന ആളുകളുണ്ട്. ചേട്ടാ, ഇത് എന്താ കണ്ടിരുന്നത്? ഞാൻ കണ്ടായിരുന്നു. ഞാൻ ചോറ് തിന്നപ്പോഴേ ഞാൻ കണ്ടു നിൽക്കായിരുന്നു. ഞാൻ കണ്ടു നിന്നപ്പം നല്ല തിരമാല വന്ന് ആ വള്ളത്തിൽ അടിച്ചു കയറുകയായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ അടുപ്പിക്കണ്ടേ ഇവര്? ഇത് അടുപ്പിക്കാതെ അവരങ്ങ് ആണ് ആ ഓളം. വൈക്കത്ത് വള്ളം മറിഞ്ഞ് കാണാതായ കണ്ണന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അയൽവാസി പറയുന്നു നീന്തൽ അറിയില്ല എന്ന്. അപ്പോൾ കണ്ണനെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമം അവിടെ തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്, വാർത്തയിലേക്ക് തിരികെ എത്താം. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അഖിൽ കെയും അർജുൻ മട്ടന്നൂരുമാണ് പ്രേക്ഷകരിലേക്ക് തത്സമയ അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.